ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് വിഷസ്. ഇന്നത്തെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ കണ്ടാൽ തന്നെ ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നും കേട്ടോ. കാണാൻ മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല ചൂട് ചോറും സൈഡിൽ ബീഫ് ഫ്രൈ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മസാലയൊക്കെ നമ്മളിവിടെ നന്നായിട്ട് ഈ ബീഫിലേക്ക് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഓരോരുത്തരുടെ വേവ് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ബീഫിൻ്റെ വേവ് അതേപോലെ കുക്കറിൻ്റെ ഒക്കെ വേവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെപ്പോഴും ബീഫ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതിനനുസരിച്ച് വിസിൽ വരുത്തി ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ നമ്മളൊരു 5 വിസിൽ വരുത്തി അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒത്തിരി അങ്ങോട്ട് വെന്ത് കിട്ടണ്ട, കാരണം നമ്മളിനി ഇത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഒരു 3/4 ഭാഗം വേവ് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ ബീഫ് ഒന്ന് ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉലർത്തിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് ഒരു 250 ഗ്രാമോളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയുള്ളി തന്നെ ഇതിന് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം സവോള ചേർത്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു മധുരം പോലെ ഉണ്ടാവും. ചെറിയുള്ളിയാണ് എപ്പോഴും ബീഫ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക നന്നായിട്ട്. അപ്പോൾ നമുക്കിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ലൊരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുറച്ച് മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം നല്ലപോലെ മാറി കിട്ടണം. അപ്പം നമ്മുടെ മസാലയൊക്കെ കൂടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കളയരുത്. ആ വെള്ളം ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വെള്ളം ഒന്ന് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മളൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഇതിലെ വെള്ളം എല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് പതിയെ ഇരുന്ന് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരണം. അപ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇത് പോരെ, നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബീഫൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ തീ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് നല്ല കളറൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങോട്ട് ഹാർഡൊന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ് ഇത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സീസൺ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും, അതേപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇവിടെ നമുക്ക് നന്നായിട്ട് വഴന്ന് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബീഫിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേഗം തയ്യാറാക്കി നോക്കിക്കോ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഗുഡ് ബൈ.